കൃഷ്ണവേണി എന്നാണ്. പെരുമ്പളയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മോന് ഒരു ചെറിയ അറ്റൻഷൻ പ്രോബ്ലം, അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം ഒരു ദേഷ്യം, വാശി, അതുപോലെയുള്ള കുറേ സിംറ്റംസ് കാണാനിടയായി. പിന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല ഒരു കാര്യം ചെയ്യുന്നതിൽ. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ അഭിപ്രായത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അവനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞു, അക്കര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, അവിടെ കൊണ്ടുപോയ കുട്ടികളെല്ലാം കുറേ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്, ടീച്ചറൊന്ന് അവിടെ പോയി നോക്കായിരുന്നില്ലേ. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആദ്യം വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, ഉൾക്കണ്ടി വെച്ചാൽ ഇങ്ങനത്തെ ഒരു കുട്ടിയെ ഇങ്ങനെ മാനേജ് ചെയ്യുന്ന അറിയാതെ ഇനി വലുതാകുമ്പോൾ അവന് പഠനത്തിലെല്ലാം ബുദ്ധിമുട്ട് വരൂലേ എന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ടാകുമ്പോൾ കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടും, അതുപോലെ അവിടെ തെറാപ്പിയും, പിന്നെ ഇവരെ ഒരു പ്രത്യേക ആ കുട്ടികളോട് കാണിക്കുന്ന ഒരു സ്നേഹവും പരിഗണനയെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു നല്ലതായിട്ട് തോന്നി. അപ്പോൾ എനിക്കും ഒരു പ്രതീക്ഷയായി അവൻ ശരിയാവും, കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ 2 വർഷമായി വരുന്നത്. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ അവൻ്റെ ഇതിലുണ്ട്. അവൻ എല്ലാ കാര്യങ്ങളും, ദേഷ്യവും വാശിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ പഠിക്കുന്നതിൽ എല്ലാ കാര്യത്തിനും അവൻ അല്ലെങ്കിൽ ആക്റ്റീവാണ്. പക്ഷേ എന്നാലും കുറച്ചുകൂടി ആദ്യം ക്ലാസ്സിൽ ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അറ്റൻഷനോട് കൂടിയിട്ട് ഒരു ക്ലാസ് ശ്രദ്ധിച്ചിട്ടോ ഒന്നും ഇരിക്കുന്നില്ല. പക്ഷേ ടീച്ചേഴ്സ് ഇപ്പോൾ പറയുന്നുണ്ട് അവന് ഒരുപാട് മാറ്റമുണ്ട്, അവൻ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തെറാപ്പി കൊണ്ടുപോകണം എന്നുള്ള ഒരു ഒപ്പീനിയനാണ് ടീച്ചർ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് മോനി ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ അക്കര ഫൗണ്ടേഷനോടും അവനെ ട്രീറ്റ് ചെയ്ത ടീച്ചേഴ്സിനോടും വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ നന്ദിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ഓരോരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരോ മൈൽ സ്റ്റോൺ വികാസവും എല്ലാം പറഞ്ഞാൽ ആ കുട്ടി ഒരു പ്രോപ്പറായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പാരൻസിന് ഒരു സപ്പോർട്ട് തന്നെയാണ്. പാരൻസിൻ്റെ ഭാഗത്ത് നിന്നാൽ അവർക്ക് ഒരു ആദ്യമാണ് കുട്ടികളെ ആലോചിക്കുമ്പോൾ ഇനി നാളെ എൻ്റെ കുട്ടി എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ ഒരു ആദ്യം തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് ഇവരോട്. ഒരിക്കൽ കൂടി അക്കര ഫൗണ്ടേഷൻ്റെ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ ഒക്കുപേഷണൽ തെറാപ്പി ചെയ്ത കൗസല്യ മാമിനും, അതുപോലെ ജഗദീഷ് സാറിനും, അശ്വതി മാമിനും ഒക്കെ എൻ്റെ വളരെ ഹൃദയം നിറഞ്ഞ താങ്ക്സ്. എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ കുട്ടികൾക്കും അക്കര ഫൗണ്ടേഷൻ ഒരു നാളത്തെ ഒരു വാഗ്ദാനമാക്കി കുട്ടികളെ മാറ്റി തരുന്നതാണ് എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു.